കഴിഞ്ഞ ജനുവരി 26-ാം തീയതി നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഈ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടു കൂടി വരുന്ന വാർത്തകളാണ് പത്മ പുരസ്കാരങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്ത് ഓരോ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾക്ക് സിവിലിയൻ ബഹുമതികൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ. ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പത്മ പുരസ്കാരങ്ങൾ നമ്മുടെ രാജ്യം നൽകുമ്പോൾ ഓരോ മേഖലയിലെയും പ്രധാനപ്പെട്ട ആളുകളെക്കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഡിസർവിങ് അല്ലാത്ത ആളുകൾക്ക് ഈ പത്മ പുരസ്കാരങ്ങൾ, പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള പല കോൺട്രവേഴ്സികളും ഇതിനോടൊപ്പം തന്നെ നമ്മൾ കാണാറുണ്ട്. അത് ഈ ഒരു വർഷം മാത്രമല്ല, ഈ പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരുപാട് പേര് മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങളാണ്: എങ്ങനെയാണ് ഈ പത്മ പുരസ്കാരങ്ങൾ തീരുമാനിക്കുന്നത്? ആർക്കാണ് ഇത് ലഭിക്കാനുള്ള എലിജിബിലിറ്റി ഉള്ളത്? എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പത്മ പുരസ്കാരങ്ങളുമായി അല്ലെങ്കിൽ രാജ്യത്തെ സിവിലിയൻ ബഹുമതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നല്ലൊരു നിക്ഷേപ അവസരം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് മാസം 2000 രൂപ പോലെയുള്ള ചെറിയ തുകകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ളൊരു നല്ല അവസരം വന്നിരിക്കുന്നു. മാക്സ് ലൈഫ് അവരുടെ ഒരു NFO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാസം 30-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. ഇനി ഈ ഫണ്ടിൻ്റെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇത് നിഫ്റ്റി 150 മിഡ് ക്യാപ്പ് മൊമെൻറ്റം 50 കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് മിഡ് ക്യാപ്പ് കമ്പനികളിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ റിസ്ക് കുറയുകയും നിങ്ങളുടെ റിട്ടേൺസ് സെക്യൂർ ആവുകയും ചെയ്യുന്നു. ഇനി ഈ ഒരു ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിലും 10 വർഷത്തിലും 27%, 28% പോലെയുള്ള റിട്ടേൺസ് ലഭിച്ചിരിക്കുന്നത് കാണാം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഫണ്ടിൽ 2013-ൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 11 മടങ്ങിൻ്റെ റിട്ടേൺ ലഭിക്കുമായിരുന്നു. ഇനി ഈ ഒരു ഫണ്ടിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ ബെനിഫിറ്റ്സ് ലഭിക്കുന്നത് കാണാം. അതായത് ഈ പണം അടയ്ക്കുന്ന കാലയളവിൽ നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ബാക്കി പ്രീമിയം കമ്പനി അടയ്ക്കുകയും മച്യൂരിറ്റി ബെനിഫിറ്റ് നോമിനിക്ക് ലഭിക്കുകയും ചെയ്യും. അതിനോടൊപ്പം മന്ത്ലി പ്രീമിയത്തിൻ്റെ 120 മടങ്ങ് നോമിനിക്ക് ലഭിക്കും. ഇതിനെല്ലാം പുറമെ ലൈഫ് കവറിൻ്റെ 1% മന്ത്ലി ഇൻകം ബെനിഫിറ്റ് മിനിമം 36 മാസം മുതൽ മാക്സിമം 120 മാസം വരെ ലഭിക്കുന്നതുമാണ്. ഇനി മാക്സ് ലൈഫ് എന്ന് പറഞ്ഞ കമ്പനി തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ AUM 1.22 ലക്ഷം കോടി രൂപയും അവരുടെ സോൾവൻസി റേഷ്യോ 190% എന്ന് കാണാം. ഈ ഒരു ഫണ്ടിൻ്റെ നിലവിലത്തെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. NRI സുഹൃത്തുക്കൾക്ക് ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു NFOയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ആദ്യം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളുടെ ഒരു ചെറിയ ചരിത്രം പരിശോധിച്ച് നോക്കാം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പലതരത്തിലുള്ള സ്റ്റേറ്റ് അവാർഡുകൾ ഇവിടെയുള്ള ആളുകൾക്ക് കൊടുത്തിരുന്നത് കാണാം. പക്ഷേ ഈ അവാർഡുകളെല്ലാം പലതരത്തിലുള്ള ടൈറ്റിലുകളായിരുന്നു ബ്രിട്ടീഷുകാർ അവർക്ക് കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രാജ, മഹാരാജ, ബഹാദൂർ, ഖാൻ ബഹാദൂർ ഇങ്ങനെയുള്ള പല ടൈറ്റിലുകളും ആളുകൾക്ക് അവാർഡ് ചെയ്ത് കൊടുത്തിരുന്നത് കാണാം. ഈ ടൈറ്റിലുകളോടൊപ്പം ഇത് ലഭിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള പ്രിവിലേജുകൾ ലഭിക്കുന്നുണ്ടായിരുന്നു. സമൂഹത്തിൽ അവർക്ക് വലിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു, പല കൺസെഷനുകൾ ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭരണഘടനയൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ യങ് ആയിട്ടുള്ള വളരെ സോഷ്യലിസ്റ്റ് മെൻറ്റാലിറ്റിയൊക്കെയുള്ള പല പൊളിറ്റീഷ്യൻസ് മുന്നോട്ട് വരികയാണ്. മൊറാർജി ദേശായിയെ പോലെയൊക്കെയുള്ള ആളുകൾ മുന്നോട്ട് വരികയും ഈ ഒരു സംവിധാനം ഇവിടെ വേണ്ട എന്ന് പറയുകയും ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളിൽ ഒന്നാണ് ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വം എന്ന് പറയുന്നത്. അത് നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ഭാഗം കൂടിയാണ്. ഇത്തരത്തിലുള്ള ടൈറ്റിലുകളൊക്കെ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചില പ്രിവിലേജുകൾ കിട്ടുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ഇനിക്വാലിറ്റി, അസമത്വം കടന്നു വരികയാണ്. അതുകൊണ്ട് ഇങ്ങനൊരു സംവിധാനം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 18 എന്ന് പറഞ്ഞുള്ള ഒരു പുതിയ ആർട്ടിക്കിൾ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 18 ചുരുക്കി വിളിക്കുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്നാണ്. അതിൽ പറയുന്നത് ഇതാണ്: ഒരിക്കലും ഇന്ത്യൻ സ്റ്റേറ്റിന് ഇവിടുത്തെ ജനങ്ങൾക്ക് ടൈറ്റിലുകൾ സമ്മാനിക്കാൻ സാധിക്കുകയില്ല. അക്കാഡമിക്കായിട്ടും മിലിറ്ററി പരമായിട്ടൊക്കെ സാധിക്കും. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലും ടൈറ്റിലുകൾ അവാർഡ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് ആർട്ടിക്കിൾ 18 പറയുന്നത്. എന്നാൽ 1954 ഇന്ത്യയിലെ സിവിലിയൻസിന് ചില സിവിലിയൻ പുരസ്കാരങ്ങൾ, അവാർഡുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇത് ടൈറ്റിലുകളല്ല, അവാർഡുകളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 2 അവാർഡുകളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് ഭാരതരത്ന, രണ്ടാമത്തേത് പത്മവിഭൂഷൺ. ഈ പത്മവിഭൂഷണിൽ തന്നെ 3 കാറ്റഗറി ഉണ്ടായിരുന്നു. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് അതിനെ തരംതിരിച്ചിരുന്നു. ഇങ്ങനെ 2 അവാർഡുകളാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. എന്നാൽ 1955 ഈ പത്മവിഭൂഷൺ ക്ലാസ് 1, 2, 3 എന്ന് പറയുന്നതിന് പകരം അതിനെ ഒന്ന് റീനെയിം ചെയ്യുകയാണ്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെ 3 പേരുകളാണ് ഈ പത്മ അവാർഡുകൾക്ക് കൊടുക്കുന്നത്.
അപ്പോൾ ഈ 4 അവാർഡുകളാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായിട്ട് നൽകുന്ന സിവിലിയൻ ബഹുമതികൾ എന്ന് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഇതിനെ സിവിലിയൻ ബഹുമതികൾ എന്ന് വിളിക്കുന്നത്? ഇപ്പോൾ മിലിറ്ററി ആംഡ് ഫോഴ്സിലൊക്കെയുള്ള ആളുകൾക്ക് ഗാലൻട്രി അവാർഡുകൾ ഗവൺമെൻറ് കൊടുക്കാറുണ്ട്. സോ സ്റ്റേറ്റ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൊടുക്കുന്ന 2 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണുള്ളത്. അതിലൊന്ന് ഈ പറഞ്ഞിട്ടുള്ള ഗാലൻട്രി അവാർഡുകളാണ്. രണ്ടാമത്തേതാണ് സാധാരണ പൗരന്മാർക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സിവിലിയൻ ബഹുമതികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഭാരതരത്നയാണ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സിവിലിയൻ ബഹുമതി, ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പത്മവിഭൂഷൺ വരുന്നത്, അതിനുശേഷം പത്മഭൂഷൺ, ഏറ്റവും താഴെ പത്മശ്രീ. ഇവിടെ ഉയർന്നു വരുന്ന ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആർക്കാണ് ഈ അവാർഡുകൾ കൊടുക്കുന്നത്? അപ്പോൾ നമുക്കറിയാം ഓരോ മേഖലയിലും കൃത്യമായ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾക്കാണ് സാധാരണയായിട്ട് ഈ സിവിലിയൻ ബഹുമതികൾ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരവരുടെ മേഖലയിൽ ഏറ്റവും എക്സെപ്ഷണൽ ആയിട്ടുള്ള, ഏറ്റവും ഹയസ്റ്റ് ഓർഡറിലുള്ള സേവനങ്ങൾ നടത്തുകയോ സംഭാവനകൾ ചെയ്യുകയോ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയോ ചെയ്യുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള സിവിലിയൻ ബഹുമതികൾ കൊടുക്കുന്നത്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാനുള്ള എലിജിബിലിറ്റി എന്താണ്? ആർക്കാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് ലഭിക്കാനുള്ള യോഗ്യതയുള്ളത്? അപ്പോൾ ഏതൊരാൾക്കും ഈ ഒരു അവാർഡിനുള്ള യോഗ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആവണമെന്ന് പോലും നിർബന്ധമില്ല. വിദേശികൾക്കും ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ നൽകാറുണ്ട്. മാത്രമല്ല ഒരു തരത്തിലുള്ള വേർതിരിവും ഇവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ജാതി, മതം, നിങ്ങളുടെ റേസ്, നിങ്ങളുടെ സെക്സ്, നിങ്ങളുടെ ഓക്യുപ്പേഷൻ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലുള്ള വേർതിരിവും ഇവിടെ ഇല്ല. ഇതിനകത്ത് ആകെ വരുന്ന ഒരു പ്രധാനപ്പെട്ട റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്, നിലവിൽ ഗവൺമെൻറ്റിൻ്റെ സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സിവിലിയൻ അവാർഡ്സിന് യോഗ്യതയില്ല. എന്നാൽ അവർ ഈ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള അവാർഡുകൾക്ക് യോഗ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഏത് മേഖലയിൽ കഴിവ് തെളിയിച്ച ആളാണ് എന്നുള്ളതും വിഷയമല്ല. ഒരുപാട് പ്രധാനപ്പെട്ട മേഖലകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. കല, സാമൂഹിക സേവനം, പൊതുപ്രവർത്തനം, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, വ്യാപാരം, വ്യവസായം, ആരോഗ്യ മേഖല, സാഹിത്യം, വിദ്യാഭ്യാസം, സിവിൽ സർവീസ്, കായികം, ഇങ്ങനെയുള്ള വിവിധ മേഖലകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി നിങ്ങളുടെ മേഖല ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖല കൂടെ ഉണ്ട്. സോ ഏത് മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളും ഇവിടെ എലിജിബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഈ അവാർഡിന് ഒരാൾ യോഗ്യനാണെങ്കിൽ ആ അവാർഡ് ലഭിക്കുന്നതിനുള്ള പ്രോസസ്സ് എന്താണ്? ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് മനസ്സിലാക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ ഈ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് ഈ അവാർഡ് നോമിനേറ്റ് ചെയ്യപ്പെടും. ആ ഒരു ലിസ്റ്റിൽ നിന്നാണ് അവാർഡിന് അർഹരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. സോ ഒന്നാമത്തെ കാര്യം ഈ നോമിനേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരും, ആർക്കാണ് ആളുകളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്? 2015 മുൻപേ നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരുകൾ, മന്ത്രിമാർ, മുഖ്യമന്ത്രി, അതുപോലെ തന്നെ യൂണിയൻ മിനിസ്റ്റർമാർ, ലോകസഭാ എംപിമാർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അവിടുത്തെ മെമ്പർമാർ, ഇതിന് മുന്നേ പത്മവിഭൂഷണോ ഭാരതരത്നയോ കിട്ടിയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ നോമിനേഷൻ കൊടുക്കാനുള്ള അർഹതയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2015 ശേഷം ഗവൺമെൻറ് ഇത് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഏതൊരു ഇന്ത്യക്കാരനും ആരെ വേണമെങ്കിലും ഈ അവാർഡിനെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതിനു വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം. ഈ നോമിനേഷനോടൊപ്പം ചില ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 800 വാക്കുകളിൽ കവിയാതെയുള്ള ഒരു വിവരണവും, ആർക്കാണ് ഈ അവാർഡ് കൊടുക്കേണ്ടത്, അയാൾക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുക്കണം എന്നുള്ള ഒരു വിവരണവും ഇതിനോടൊപ്പം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓരോ വർഷവും മെയ് മാസം 1-ാം തീയതി മുതൽ സെപ്റ്റംബർ 15-ാം തീയതി വരെ മാത്രമാണ് ഈ നോമിനേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ നോമിനേഷൻ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് ഇതിനകത്ത് നിന്നും അർഹരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. പത്മ അവാർഡ്സ് കമ്മിറ്റി എന്നുള്ളതാണ് ആ കമ്മിറ്റിയുടെ പേര്. ഓരോ വർഷവും രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഈ സെലക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ ഈ പത്മ അവാർഡ് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് 3 സ്ഥിരം മെമ്പേഴ്സ് ഉണ്ട്. 1 ക്യാബിനറ്റ് സെക്രട്ടറി, 2 ഹോം അഫയേഴ്സ് സെക്രട്ടറി, 3-ാമത്തേത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ സെക്രട്ടറി. ഇവരെ 3 പേരെ കൂടാതെ 4 മുതൽ 6 വരെ എമിനന്റ് ആയിട്ടുള്ള ആളുകളെയും ഇങ്ങോട്ടേക്ക് നോമിനേറ്റ് ചെയ്യും. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ പത്മ അവാർഡ് കമ്മിറ്റി ഉള്ളത്. ഇവരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഈ നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും അർഹരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും വെറുതെ ആളുകളെ സെലക്ട് ചെയ്ത് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതിന് പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പല സെലക്ഷൻ ക്രൈറ്റീരിയാസും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സെലക്ഷൻ ക്രൈറ്റീരിയാസിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരാൾ കുറേ കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലൊന്നും ഒരാളെ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. എക്സെപ്ഷണൽ സർവീസ് ആയിരിക്കണം. വെറും എക്സലൻസ് മാത്രം പോരാ, എക്സലൻസ് പ്ലസ് വേണമെന്നാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഒരാളെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അയാൾ ചെയ്തിരിക്കുന്ന പ്രവർത്തികളിൽ പബ്ലിക് സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എലമെൻറ്റ് ഉണ്ടാവണം. ഇങ്ങനെ പല സെലക്ഷൻ ക്രൈറ്റീരിയാസും പറഞ്ഞിരിക്കുന്നു. ഇനി റൂൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരാളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് പത്മ അവാർഡ് ലഭിക്കണമെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് അയാൾക്ക് മറ്റൊരു പത്മ അവാർഡ് ലഭിച്ചിട്ടുണ്ടാവാൻ പാടില്ല. അതായത് ഒരാൾക്ക് പത്മ അവാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത പത്മ അവാർഡ് ലഭിക്കണമെങ്കിൽ 5 വർഷത്തിൻ്റെ എങ്കിലും ഗ്യാപ്പ് ഉണ്ടാവണമെന്ന് പറയുന്നു. ഇനി സെലക്ട് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഇന്ത്യയിലെ വിവിധ അന്വേഷണ ഏജൻസികളുടെ ഭാഗമായിട്ടുള്ള വേരിഫിക്കേഷൻസും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചെക്കും ഒക്കെ നടത്തി അയാൾ ഈ അവാർഡിന് യോഗ്യനാണ് എന്ന് ഉറപ്പുവരുന്നത് നമുക്ക് കാണാം. സോ ഇങ്ങനെയൊക്കെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടാണ് ഈ പത്മ അവാർഡ് കമ്മിറ്റി ഇതിനകത്ത് യോഗ്യരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ റെക്കമെൻഡ് ചെയ്യുന്ന പേരുകൾ
ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രസിഡന്റും അപ്രൂവ് ചെയ്യണം. സോ ഇങ്ങനെ അപ്രൂവ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ഒരാൾ ഏത് അവാർഡിനാണോ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അയാൾക്ക് ആ അവാർഡ് ലഭിക്കുകയുള്ളൂ. സോ ഓരോ വർഷവും റിപ്പബ്ലിക് ഡേയുടെ തലേ ദിവസം ഈ വിവിധ അവാർഡുകൾക്ക് അർഹരായ ആളുകളുടെ ലിസ്റ്റ് രാജ്യം പുറത്തുവിടുന്നു. മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ഒരു ഔദ്യോഗിക ഫംഗ്ഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ഇവർക്ക് ഈ അവാർഡുകൾ ലഭിക്കുന്നത്. ഈ അവാർഡുകളുടെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുദ്ര വെച്ച ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ഓരോ അവാർഡുകൾക്കും വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള മെഡലുകളുമാണ് ഇവർക്ക് നൽകുന്നത്. ഈ കാര്യങ്ങൾക്ക് പുറമെ ഈ മെഡലുകളുടെ ഒരു ചെറിയ റെപ്ലിക്കയും ഈ അവാർഡ് ജേതാക്കൾക്ക് കൊടുക്കുന്നതാണ്. അവർക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും അവരുടെ വസ്ത്രത്തിലൊക്കെ ഈ അവാർഡ് പ്രദർശിപ്പിക്കുന്ന ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ റെപ്ലിക്കകൾ അവർക്ക് സമ്മാനമായിട്ട് നൽകുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള റൂളുകളിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ വർഷവും ടോട്ടൽ 120 പുരസ്കാരങ്ങൾ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. സോ അത് ഇന്ത്യൻ നാഷണൽസിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഫോറിനേഴ്സ്, NRIs, അതുപോലെ തന്നെ OCI കാർഡ് ഹോൾഡേഴ്സ്, ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽസിൽ 120 പേർക്ക് മാത്രമേ എല്ലാ അവാർഡുകളും കൂടെ ചേർത്ത് ഒരു വർഷം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ നിയമങ്ങളിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ പലർക്കും വലിയൊരു സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവാർഡ് ലഭിച്ചിട്ടുള്ള ആർക്കും ഈ അവാർഡിന്റെ പേര്, അവർക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരത്തിന്റെ പേര് ഒരു ടൈറ്റിലായി ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് അവരുടെ പേരിന് മുന്നെയോ പേരിന് ശേഷം ഒരു പ്രിഫിക്സ് ആയിട്ടോ സഫിക്സ് ആയിട്ടോ ഈ അവാർഡിന്റെ പേര് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാകും. കാരണം നമ്മൾ ഗവൺമെന്റിന്റെ ചടങ്ങുകളിൽ പോലും ചില ഫ്ലെക്സുകളിലും ചില നോട്ടീസുകളിലും ആളുകളെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴുമൊക്കെ പത്മശ്രീ ഇന്നയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ ഒരു ടൈറ്റിൽ പോലെ ഈ ഒരു അവാർഡ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതിനൊരിക്കൽ കൂടി നമ്മൾ ഇതിന്റെ ചരിത്രം പരിശോധിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 പ്രകാരം സ്റ്റേറ്റിന് ഇവിടുത്തെ ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ടൈറ്റിലുകളും അവാർഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പുരസ്കാരങ്ങൾ മാത്രമായിട്ടാണ് ഇത്തരത്തിലുള്ള സിവിലിയൻ ബഹുമതികൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇത്തരത്തിലുള്ള സിവിലിയൻ ബഹുമതി, ഇപ്പോൾ പത്മശ്രീയോ ഭാരതരത്നയോ ഒക്കെ ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം പ്രിവിലേജുകൾ അയാൾക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഭാരതരത്ന കിട്ടിയിട്ടുള്ള ഒരാളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു യൂണിയൻ മിനിസ്റ്റർ, ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെ റാങ്കിനൊപ്പമാണ്. അതുപോലെ തന്നെ അവർക്കെല്ലാം VVIP എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് കിട്ടുന്നു. അവർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ തന്നെ സെക്യൂരിറ്റി, Z കാറ്റഗറി സെക്യൂരിറ്റി അവാർഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ മരണപ്പെടുന്ന അവസരത്തിൽ അവർക്കൊരു സ്റ്റേറ്റ് ഫ്യൂണറൽ, എല്ലാവിധ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയുള്ള സ്റ്റേറ്റ് ഫ്യൂണറൽ കൊടുക്കുന്നു. പക്ഷേ ഈ ഫ്യൂണറലിൻ്റെ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. പത്മ അവാർഡ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ സിവിലിയൻ ബഹുമതികൾ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് സ്റ്റേറ്റ് ഫ്യൂണറൽ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു കീഴ്വഴക്ക പ്രകാരം ഇവരെല്ലാം വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള സർവീസൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള ആളുകളായതുകൊണ്ട് ഇവർക്കെല്ലാം തന്നെ സ്റ്റേറ്റ് ഫ്യൂണറൽ കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രിവിലേജുകളും ഇവർക്ക് കിട്ടുകയാണ് എന്ന് മാത്രമല്ല, ഈ അവാർഡുകൾ കിട്ടിയിട്ടുള്ള പല ആളുകളും ഒരു ടൈറ്റിലായിട്ട് ഇത്തരം പുരസ്കാരങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ 1977 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഈ പത്മ പുരസ്കാരങ്ങളൊക്കെ നിർത്തിവെക്കുകയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിവിലിയൻ ബഹുമതികളൊക്കെ അബോളിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഭരണഘടനയൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഇതിനെതിരെ വലിയൊരു നിലപാടെടുത്ത ആളായിരുന്നു മൊറാർജി ദേശായി. പക്ഷേ കൗതുകകരമായിട്ടുള്ള ഒരു ഫാക്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന പിന്നീട് മൊറാർജി ദേശായിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ മാത്രമല്ല, പാകിസ്ഥാൻ്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള നിഷാനി പാകിസ്ഥാനും പിന്നീട് ഇദ്ദേഹത്തിന് അവാർഡ് ചെയ്യപ്പെടുന്നത് കാണാം. സോ ഒരു ഫണ്ണി ഫാക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അത് പങ്കുവയ്ക്കുകയാണ്. 1977 മുതൽ 80 വരെ ഈ പത്മ പുരസ്കാരങ്ങൾ നൽകിയിട്ടില്ല. എന്നാൽ 1980 ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഇത് പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ പ്രശ്നങ്ങൾ പിന്നീടും സർഫസ് ചെയ്ത് വരികയാണ്. ഇതൊരു ടൈറ്റിലാണ്, ഇത് ഇക്വാലിറ്റിക്ക് എതിരാണെന്നുള്ള പ്രശ്നങ്ങൾ പിന്നീട് മുന്നോട്ട് വരികയാണ്. അതിൻ്റെ ഭാഗമായി 1992 കേരള ഹൈക്കോടതിയിലും മധ്യപ്രദേശിൻ്റെ ഹൈക്കോടതിയിലും 2 കേസുകൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഈ കേസുകളുടെ ഭാഗമായി ഹൈക്കോടതികൾ ഒരു തീരുമാനമെടുക്കുന്നു. താൽക്കാലികമായിട്ട് ഈ അവാർഡുകൾ വീണ്ടും നിർത്തലാക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ കേസ് പിന്നീട് സുപ്രീം കോടതിയിലെത്തുന്നു. 1995 ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയാണ്. സുപ്രീം കോടതി പറയുന്ന കാര്യം ഇതാണ്: ഈ പത്മ പുരസ്കാരങ്ങളും ഭാരതരത്നയും ഇത്തരത്തിലുള്ള സിവിലിയൻ ബഹുമതികളൊക്കെ കേവലം അവാർഡുകൾ മാത്രമാണ്, ഇതൊന്നും ടൈറ്റിലുകളല്ല. ഇതൊന്നും ടൈറ്റിലുകൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും ആർട്ടിക്കിൾ 18 ലംഘിക്കുന്നില്ല. ഇത് നമ്മുടെ ഇക്വാലിറ്റിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ അവാർഡുകൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനമാണ് സുപ്രീം കോടതി എടുക്കുന്നത്. എന്നാൽ സുപ്രീം കോടതി ഒരു കാര്യവും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു: ഇത് കേവലം അവാർഡുകൾ മാത്രമാണ്, ഇത് ടൈറ്റിലുകളല്ല. അതുകൊണ്ട് ഈ അവാർഡുകൾ ലഭിക്കുന്ന ആളുകൾക്കൊന്നും അവരുടെ പേരിനോടൊപ്പം പ്രിഫിക്സ് ആയിട്ടോ സഫിക്സ് ആയിട്ടോ ഒരു ടൈറ്റിലായിട്ട് ഈ അവാർഡുകളുടെ പേരുകൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ക്ലിയർ കട്ടായിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കാണാം. ഇതിങ്ങനെ സുപ്രീം കോടതിയിൽ മാത്രമല്ല, പിൽക്കാലത്ത് ഇന്ത്യയിലെ
ഇന്ത്യയിലെ വിവിധ കോടതികളിലും പാർലമെന്റിലുമെല്ലാം ഈ ഒരു ചോദ്യം പല അവസരങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം വന്നിരിക്കുന്ന മറുപടി സെയിം ആണെന്ന് കാണാം. യാതൊരു കാരണവശാലും ഈ അവാർഡിൻ്റെ പേരുകൾ ടൈറ്റിലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഈ അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂളുകളിൽ റൂൾ 10 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ അവാർഡ് ലഭിച്ചിട്ടുള്ള ആളുകൾ ഈ അവാർഡിൻ്റെ പേര് എവിടെയെങ്കിലും മിസ്യൂസ് ചെയ്യുന്നതായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിന് അവരുടെ കയ്യിൽ നിന്നും ഈ അവാർഡ് തിരിച്ചു മേടിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഈ അവാർഡ് എടുത്തു കളയാനുള്ള അധികാരമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, നെയിം പ്ലേറ്റുകളിലോ ലെറ്റർ ഹെഡുകളിലോ ഒന്നും ഈ ഒരു അവാർഡിൻ്റെ പേര് പത്മ പുരസ്കാരങ്ങളുടെ ഭാരതരത്നയോ ഒന്നും ഒരു ടൈറ്റിലായിട്ട് പ്രിഫിക്സ് ആയിട്ടോ സഫിക്സ് ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ടൈറ്റിലായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റാത്തതുള്ളൂ, മറ്റ് രീതികളിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരാൾ ഈ പത്മശ്രീ അവാർഡ് കിട്ടിയ ഒരാൾ അയാളുടെ ലെറ്റർ ഹെഡിലോ അല്ലെങ്കിൽ അയാളുടെ വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള നെയിം പ്ലേറ്റിലോ ഒക്കെ ബ്രാക്കറ്റിൽ ഈ പത്മശ്രീ കിട്ടിയ ആളെന്ന് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. പക്ഷേ ഇതൊരു ടൈറ്റിലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇന്ത്യയിലെ വിവിധ സിവിലിയൻ ബഹുമതികൾ ഏതൊക്കെയാണ്, ഈ അവാർഡുകളുടെ ഒരു ഹ്രസ്വ ചരിത്രം എന്താണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫാക്റ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ പത്മ പുരസ്കാരങ്ങളിലെ ഏറ്റവും ഉയർന്ന ബഹുമതി എന്ന് പറയുന്നത് പത്മവിഭൂഷണാണ്. 5 പേർക്കാണ് 2024 പത്മവിഭൂഷൺ നൽകാൻ വേണ്ടി രാജ്യം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ശ്രീ വെങ്കയ്യ നായിഡു, അതുപോലെ തന്നെ ചലച്ചിത്ര താരമായിട്ടുള്ള ചിരഞ്ജീവി, ഇങ്ങനെയുള്ള 5 പേർക്കാണ് പത്മവിഭൂഷൺ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 17 പേർക്കാണ് രാജ്യം പത്മഭൂഷൺ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചില പ്രധാനപ്പെട്ട ആളുകൾ നോക്കുകയാണെങ്കിൽ മരണാനന്തര ബഹുമതിയായിട്ട് ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് പത്മഭൂഷൺ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാം സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്നു മലയാളി കൂടിയായിട്ടുള്ള ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഒ രാജഗോപാൽ, അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കും. ഇവർ രണ്ടുപേരുമാണ് കേരളത്തിൽ നിന്നും പത്മഭൂഷണ് അർഹരായിട്ടുള്ളത്. ഇനി 110 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ 6 പേര് മലയാളികളാണെന്ന് നമുക്ക് കാണാം. ഇതിൽ എഴുത്തുകാരനും വിദ്യാഭ്യാസ മേഖലയൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പി ചിത്രൻ നമ്പൂതിരിപ്പാടിന് ഒരു മരണാനന്തര ബഹുമതിയായിട്ട് പത്മശ്രീ അവാർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കഥകളി കലാകാരനായിട്ടുള്ള സദനം ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിരിക്കുന്നു. അതുപോലെ തെയ്യം കലാകാരനായിട്ടുള്ള EP നാരായണൻ, ഒരു ആത്മീയ ഗുരുവായ മുനി നാരായണ പ്രസാദ്, കാസർഗോഡ് നിന്നുള്ള കർഷകനായ സത്യനാരായണ ബലേരി, ഇവർക്കൊപ്പം തിരുവിതാംകൂറിലെ മുൻ രാജകുടുംബത്തിലെ അംഗമായിട്ടുള്ള ശ്രീമതി ഗൗരി ലക്ഷ്മിബായിക്ക് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടും പത്മശ്രീ നൽകി ആദരിക്കുന്നതിന് വേണ്ടി രാജ്യം തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ പത്മ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എക്സെപ്ഷണൽ ആയിട്ടുള്ള സർവീസ് ചെയ്തിട്ടുള്ള ചില ആളുകളെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ട് ഈ അവസരം ഉപയോഗിക്കാമെന്ന്, ഇത്തരത്തിലുള്ള ഏതാനും ചില ആളുകളെക്കുറിച്ച് കൂടി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ പാർവതി ബറുവ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ എന്നാണ് ഇവരെക്കുറിച്ച് പറയുന്നത്. അസം മേഖലയിലൊക്കെ ആനകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. മാൻ എലഫന്റ് കോൺഫ്ലിക്റ്റൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ജാർഖണ്ഡിൽ നിന്നുള്ള ചാമി മുർമു, അവർ താമസിക്കുന്ന പ്രദേശത്തെ വരണ്ട മേഖലയിൽ ഏകദേശം 30 ലക്ഷത്തോളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നു എന്ന് മാത്രമല്ല, ആ മേഖലയിലുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഏകദേശം 400ഓളം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ സ്ഥാപിക്കാനും അതുവഴി ഏകദേശം 30,000 സ്ത്രീകൾക്ക് സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് കൊടുക്കാനും ഇവരെ കൊണ്ട് സാധിക്കുന്നു. സ്ത്രീകളുടെ ഇടയിലുള്ള അനീമിയ, പോഷകക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചാമി മുർമുവിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള സത്യനാരായണ ബലേരി, നെൽകൃഷിയുടെ സംരക്ഷകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റപ്പിൽ അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏകദേശം 650ഓളം ട്രഡീഷണൽ നെല്ല് വെറൈറ്റികൾ, ട്രഡീഷണൽ റൈസ് വെറൈറ്റികളെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്ന് മാത്രമല്ല, ചില പുതിയ റൈസ് വെറൈറ്റികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നെൽകൃഷി വലിയ ലാഭകരമാക്കാൻ അല്ലെങ്കിൽ നെൽകൃഷിക്ക് വലിയ രീതിയിലുള്ള സംഭാവന നൽകാനും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പത്മശ്രീ നൽകി രാജ്യം ആദരിക്കുന്നത്. സോ ഇതുപോലെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാനും ഈ ഒരു അവസരം നമുക്ക് ഉപയോഗപ്രദമാവുമെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഒരു കാര്യം ഇവിടെയും നടക്കുന്നുണ്ട്, എല്ലാ വർഷങ്ങളിലും നടക്കുന്നത് പോലെ ഡിസർവിങ് അല്ലാത്ത പല ആളുകൾക്കും പത്മ പുരസ്കാരങ്ങൾ ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയോ മതപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ കൂടി ഇവർക്ക് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രവേഴ്സികൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള മാക്സ് ലൈഫിൻ്റെ NFOയെ കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകൾക്കെല്ലാം പുറമെ സെക്ഷൻ 80C 1010D മുതലായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിൻ്റെ 120 മടങ്ങിൻ്റെ ലൈഫ് കവറേജ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. 30-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. സോ ഇന്നത്തെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.